ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട സുഭദ്രയും പ്രതി ശർമിളയും അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് നാട്ടുകാർ. ശർമിളയും ഭർത്താവ് നിതിൻ മാത്യുവും എറണാകുളം കടവന്ത്രയിലെ വീട്ടിൽ ഇടയ്ക്കിടെ എത്തിയിരുന്നു എന്നും നാട്ടുകാർ പറയുന്നു. സുഭദ്രയെ കാണാനില്ല എന്ന വിവരം നാട്ടുകാർ ആശാപ്രവർത്തകയായ അശ്വതിയെ അറിയിച്ചതോടെയാണ് തിരോധാന കേസ് പോലീസിന്റെ മുന്നിലേക്ക് എത്തിയത്. 5-ാം തീയതി എന്നെ ഇപ്പുറത്തെ അയൽവാസിയായ ആ ചേച്ചിയാണ് എന്റെ അടുത്ത് പറഞ്ഞത്, മോളെ ഇവരെ കാണാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവര് ചിലപ്പോ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞേ വരുവുള്ളൂ. പറഞ്ഞില്ല മോളെ, അവരെ കാണാനില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഞാനാണ് കൗൺസിലറെ വിവരം അറിയിച്ചിട്ട് ചേച്ചി പരാതി കൊടുത്തതിനാണ് ഇപ്പൊ ഇതായിരിക്കുന്നത്. അവർക്ക് വേറെ പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. കടവന്ത്ര പോലീസ് മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. നാട്ടുകാർ നൽകിയ വിവരങ്ങളാണ് ശർമിള, നിതിൻ മാത്യു എന്നിവരിലേക്ക് പോലീസിനെ എത്തിച്ചത്. സുഭദ്രയുടെ വീടിന് സമീപത്ത് നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളും ആ ദൃശ്യങ്ങളിൽ സുഭദ്രയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളെയും തിരിച്ചറിയാൻ സാധിച്ചതും തിരോധാന കേസ് കൊലപാതകമാണെന്ന കണ്ടെത്തലിലേക്ക് പോലീസിനെ എത്തിച്ചു. ഭർത്താവ് മരിച്ച സുഭദ്ര കടവന്ത്രയിലെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. മക്കൾ ഇടയ്ക്കിടെ വിവരങ്ങൾ തിരക്കാൻ എത്താറുണ്ടെന്നും അയൽവാസികൾ പറയുന്നു. സുഭദ്ര പണം പലിശയ്ക്ക് കൊടുക്കാറുള്ളതായും വിവരമുണ്ട്. സുഭദ്രയ്ക്ക് ജോലി, ഈ പൈസ, പണം ഇടപാടാണ്. അതിന് ഡെയിലി കാശ് പിരിക്കാനായിട്ട് പോകും. പതിവായി ക്ഷേത്ര ദർശനം നടത്തിയിരുന്ന സുഭദ്രയ്ക്ക് ശർമിളയുമായി വർഷങ്ങളുടെ പരിചയമുണ്ടെന്നാണ് സൂചന. ശർമിളയുടെയും നിതിൻ മാത്യൂസിന്റെയും വിവാഹത്തിന് മുൻകൈയെടുത്തത് സുഭദ്രയാണെന്നാണ് വിവരം. ആരാധനാലയങ്ങളിലും മറ്റും സുഭദ്രയും ശർമിളയും ഒരുമിച്ചായിരുന്നു പോയിരുന്നത്. ഒടുവിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നതിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. 24 കൊച്ചി.